അതുപോലെ തന്നെ ഭാവിയിൽ കോൺഗ്രസ് ഉയർത്തിയേക്കാവുന്ന ആവശ്യത്തെ മുൻനിർത്തി മുസ്ലിം ലീഗിന്റെ മുന്നിൽ നിന്ന് മുസ്ലിമും മാറ്റാൻ ഭരണഘടന ഭേദഗതി ചെയ്യുക. സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താന്നൂർ മേഖലയിൽ വളർത്തി വലുതാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചയാളാണ് ഇ ഗോവിന്ദേട്ടൻ. അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് ഈ മേഖലയിൽ CPIM-നെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സഖാവ് ഇ ഗോവിന്ദേട്ടൻ തൻ്റെ ചോരയും നീരും നൽകി വളർത്തി പന്തലിപ്പിച്ച പാർട്ടിയും മുന്നണിയും കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും വന്ന് ചരിത്രം രചിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ സമ്മേളനം ചേരുന്നത്. നമുക്കറിയാം, നമ്മളുടെ നാട് ഒരു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ മുഖത്താണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്രധാനമാണ്. ഇന്ത്യയായി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചതുപോലെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണി ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രൂപവൽക്കരിക്കപ്പെട്ട സംവിധാനമാണ്. ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പക്ഷേ മുന്നണി സംവിധാനത്തിൻ്റെ യാതൊരു മര്യാദയും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടിയിരുന്നത് BJP-ക്കെതിരെ ഹിന്ദി ബെൽറ്റിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അമേഠിയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ശരി. അതിന് കാരണം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രണ്ടായി മത്സരിച്ചതുകൊണ്ട് കോൺഗ്രസിന് വലിയ ക്ഷീണം UP-യിൽ സംഭവിച്ചു, SP-ക്കും വലിയ ക്ഷീണം സംഭവിച്ചു. ഈ പ്രാവശ്യം മുലായം സിംഗിന്റെ പാർട്ടിയും കോൺഗ്രസും അവിടെ സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. UP-യിൽ നിന്ന് എത്ര കണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും അതിനെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ഭരണം ആർക്ക് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത്രയധികം ലോക്സഭാ സീറ്റുകൾ UP-യിലുണ്ട്.
ആ വിചാരം പക്ഷേ കോൺഗ്രസിനില്ല. എസ് പിയും കോൺഗ്രസും സഖ്യമായ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രബല ഘടകകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് ഒന്നുകിൽ അമേഠിയിലോ അല്ലെങ്കിൽ റായ്ബറേലിയിലോ ആയിരുന്നു. അങ്ങനെ പരമാവധി സീറ്റുകൾ യു പിയിൽ നിന്ന് പിടിച്ചെടുത്ത് ഇന്ത്യ മുന്നണിയുടെ ഭരണസാരിത്വത്തിലേക്കുള്ള വഴി സുഗമമാക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, CPIMന്റെ ഒക്കെ തന്നെ ദേശീയ മുഖമായി അറിയപ്പെടുന്ന ആനി രാജ മത്സരിക്കുന്ന സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ കാരണമായി KC വേണുഗോപാലാദികൾ പറയുന്നത് ലീഗിന്റെ പച്ചക്കൊടിയുടെ തണലിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ചിത്രം ഉത്തരേന്ത്യയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു, അതുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റത് എന്നാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ പ്രാവശ്യവും ലീഗിന്റെ സ്വാധീന മേഖല എന്ന് അവരവകാശപ്പെടുന്ന വയനാട്ടിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വന്നത്? കോൺഗ്രസ് ഒരു കാലത്തും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തിയെ സത്യസന്ധമായോ ആത്മാർത്ഥമായോ അംഗീകരിച്ചിട്ടില്ല. KM സീതി സാഹിബ് സ്പീക്കറായി അദ്ദേഹം മരണപ്പെട്ട സമയത്ത് CH മുഹമ്മദ് കോയ സാഹിബിനെ സ്പീക്കറാക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധി CH ലീഗിൽ നിന്ന് രാജിവെക്കണം അഥവാ തൊപ്പിയൂരണം എന്നുള്ളതായിരുന്നു. അന്ന് ഈ സംഘപരിവാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് BJP കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടായിരുന്നു. അന്ന് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഇത്രമാത്രം വർഗീയ കാലുഷ്യം സൃഷ്ടിച്ചിരുന്നു. എന്തിനായിരുന്നു CHന്റെ തൊപ്പിയൂരിയെങ്കിൽ മാത്രമേ സ്പീക്കർ പദവിയിലേക്ക് CHനെ പരിഗണിക്കൂ എന്ന് കോൺഗ്രസ് പറഞ്ഞത്? സത്യത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയുടെ കൂടെ ലീഗിന്റെ പച്ചക്കൊടി കൂട്ടിക്കെട്ടാൻ വേണ്ടി തുടങ്ങിയത് 1967 മുസ്ലിം ലീഗിന് മാന്യമായ ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ പദവി നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരിച്ചതിന് ശേഷമല്ലേ? ഇടതുപക്ഷം മുസ്ലിം ലീഗിനെ മുന്നണിയിൽ കൂട്ടിയതിന് ശേഷമല്ലേ? കേരളത്തിൽ ലീഗിന്റെ നേതാക്കന്മാരും മന്ത്രിമാരായത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ല, കോൺഗ്രസിന്റെ മുന്നണിയിലും അല്ല. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി സഖാവ് EMSന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രണ്ടാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ ഭാഗഭാക്കായിട്ടാണ് CH മുഹമ്മദ് കോയ സാഹിബും മുഹമ്മദ് ഗുരിക്കളും കേരളത്തിൽ ആദ്യമായി മന്ത്രിമാരായത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണ്ട് തൊപ്പി ഊരി വെപ്പിച്ചു ലീഗിനെ കൊണ്ട് സ്പീക്കർ പദവിക്ക് വേണ്ടി. ഇന്നിതാ ഇന്ത്യ മുന്നണിയിൽ അംഗത്വം തുടരണമെങ്കിൽ മുസ്ലിം ലീഗിന് അവരുടെ കൊടി പൂഴ്ത്തിവെക്കേണ്ട സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് പച്ചക്കൊടി ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് മത്സരിച്ചുകൂടായിരുന്നോ? UPയിൽ മത്സരിച്ചുകൂടായിരുന്നോ? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ മത്സരിച്ചുകൂടായിരുന്നോ? കോൺഗ്രസ് മത്സരിക്കുന്ന കർണാടകയിൽ മത്സരിച്ചുകൂടായിരുന്നോ? ഭരിക്കുന്ന കർണാടകയിൽ മത്സരിച്ചുകൂടായിരുന്നോ? അതൊന്നും ചെയ്യാതെ ലീഗിന്റെ വോട്ട് വേണം, പക്ഷെ കൊടി പാടില്ല. ആ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ലീഗിന്റെ പ്രവർത്തകന്മാര് കൊടി കൊണ്ടുവന്ന് എവിടെയൊക്കെയാണ് പൂഴ്ത്തിയത് എന്ന് ആർക്കും അറിയില്ല. നമ്മളുടെ ചില ചാനലുകൾ ലീഗ് പ്രവർത്തകന്മാരുടെ കീശയിൽ ഒളിപ്പിച്ചു വെച്ച കൊടി ചൂണ്ടി ചോദിച്ചു, എന്താണ് നിങ്ങൾ കൊടി കീശയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന് സ്വന്തം കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യാനും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയില്ല എങ്കിൽ
മുസ്ലിം ലീഗ് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ആഴം എത്രമാത്രമാണ് എന്ന് രാഷ്ട്രീയം അറിയുന്ന വിദ്യാർത്ഥികൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും KM സീതി സാഹിബും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയെ ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അവരാലോചിച്ചിരുന്നു കൊടി ഏതാവണം എന്ന്. അന്ന് അവർ ഒരുപാട് ആലോചിച്ചു. ആ ആലോചനകൾക്ക് ശേഷമാണ് അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക മുസ്ലിം ലീഗ് അതിന്റെ ഔദ്യോഗിക കൊടിയായി അംഗീകരിച്ചത്. വിഭജനത്തിന്റെ നോവ് ഇന്നത്തെക്കാൾ അധികം നിലനിന്നിരുന്ന കാലമായിരുന്നു അന്ന്. അന്ന് പോലും ആ കൊടി വേണമെന്ന് ഭരണഘടനാപരമായി തീരുമാനിച്ച പാർട്ടി ഇന്ന് കോൺഗ്രസിന്റെ ഇംഗിതത്തിന് വഴങ്ങി ആ കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ന്യായം പറയുന്നത് കോൺഗ്രസും അവരുടെ കൊടി ഉയർത്തിപ്പിടിച്ചില്ലല്ലോ എന്നാണ്. എടോ, കോൺഗ്രസിന് അവരുടെ കൊടി ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ത്രിവർണ ബലൂണുകൾ കൊണ്ട് ആ സമ്മേളനവും ആ പ്രകടനവും നിറഞ്ഞിരുന്നു. മൂവർണ തൊപ്പി ധരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ആ പ്രകടനത്തെ സമൃദ്ധമാക്കിയിരുന്നു. ത്രിവർണ പതാക ഇല്ലെങ്കിൽ പോലും ത്രിവർണത്തിലെ ബലൂണുകളും ത്രിവർണത്തിലെ തൊപ്പിയും കൊണ്ട് വയനാട് ത്രിവർണമാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനിടയിൽ ഒരു പച്ചക്കൊടിയെങ്കിലും ഉയർത്താൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് സാധിച്ചു. അഭിമാനം അടിയറ വെച്ച് എന്തിന് ലീഗ് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിൽ തുടരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലെ തൊപ്പിയാണ് ഉരുവെപ്പിച്ചതെങ്കിൽ ഇന്ന് കൊടി ഉരുവെപ്പിച്ചു. നാളെ മുസ്ലിം ലീഗിന്റെ പേരിന്റെ മുന്നിലുള്ള മുസ്ലിം എടുത്തു മാറ്റണമെന്ന് കോൺഗ്രസ് ആജ്ഞാപിക്കില്ല, കൽപ്പിക്കില്ല എന്ന് ലീഗുകാർക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. കഴിയില്ല അവർക്ക്. തൊപ്പി ഊരിവെപ്പിച്ചവർ, കൊടി ഊരിവെപ്പിച്ചവർ മുസ്ലിം ലീഗിന്റെ പേരിൽ നിന്ന് മുസ്ലിം എടുത്തു മാറ്റണം എന്ന് നാളെ പറയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. കോൺഗ്രസിന് ലീഗിന്റെ വോട്ട് മതി. എന്തേ വടകരയിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി നിങ്ങൾക്ക് വയനാട്ടിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥി ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമല്ലോ. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എവിടെയെങ്കിലും പച്ചക്കൊടി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കഴിയില്ല, സാധ്യമാവില്ല. അത്തരം ഒരു പരുവത്തിലേക്ക്, അത്തരം ഒരു ദയനീയമായ പതനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിപ്പെട്ടിരിക്കുകയാണ്. അഭിമാനബോധമുള്ള ലീഗിന്റെ പ്രവർത്തകന്മാർ, ലീഗിന്റെ നേതൃത്വം സഗൗരവം ചിന്തിക്കണം. ഒന്നുകിൽ ലീഗിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് നിലവിലുള്ള ലീഗിന്റെ ഭരണഘടന മാറ്റി അവർ കൊടി മറ്റേതെങ്കിലും രാജ്യത്തിന്റെ കൊടിയോട് സാമ്യതയുള്ളതാണ് എന്ന് RSSകാരും സംഘപരിവാറുകാരും പ്രചരിപ്പിക്കും എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പിന്റെ വെളിച്ചത്തിൽ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുക, കൊടി മാറ്റുക. അതുപോലെ തന്നെ ഭാവിയിൽ കോൺഗ്രസ് ഉയർത്തിയേക്കാവുന്ന ആവശ്യത്തെ മുൻനിർത്തി മുസ്ലിം ലീഗിന്റെ മുന്നിൽ നിന്ന് മുസ്ലിമും മാറ്റാൻ ഭരണഘടന ഭേദഗതി ചെയ്യുക. എന്നിട്ട് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിൽ തുടരുക. ലീഗിന്റെ മാത്രം ആവശ്യമാണോ ഈ രാജ്യത്ത് ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളത്? കോൺഗ്രസിന്റെ ആവശ്യമല്ലേ അത്? ഈ രാജ്യത്തുള്ള മതേതരവാദികളുടെ മുഴുവൻ ആവശ്യമാണത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ സമുദായത്തിന്റെയോ വിഭാഗത്തിന്റെയോ മാത്രം ആവശ്യമല്ല. ഈ നാട് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്ക്
അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനാണ് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവേണ്ടത്. അത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് ഒളിച്ചു കളി നടത്തേണ്ടി വന്നിട്ടില്ല ഒരു ഘട്ടത്തിലും. ഇടതുപക്ഷം ആരോടും അവരുടെ കൊടി മാറ്റണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സംഘപരിവാറിനെ ഭയന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഒരു ഘടക കക്ഷിയോടും ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി പറഞ്ഞിട്ടില്ല. അത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KS ഹംസക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സഖാവ് ഗോവിന്ദൻ മാഷ്, CPIM സംസ്ഥാന സെക്രട്ടറി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ്, ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യാൻ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹം ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മളുടെ മന്ത്രി ശ്രീ V അബ്ദുറഹിമാനും വേദിയിൽ ഇരിപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നന്ദേട്ടൻ MLA ഉണ്ട്, സഖാവ് EN ഉണ്ട്, മറ്റു മുന്നണിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട്. അവരെല്ലാം ഇവിടെ സന്നിഹിതരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.